നമസ്കാരം കൂട്ടുകാരെ, ഏവർക്കും ഗ്രേറ്റ് ഈഗിൾ ടെക്കിൻ്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ ഈ ഓഡിയോ അനാലിസിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ നിഫ്റ്റി ഇന്ന് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ ലെവലിൻ്റെ മുകളിൽ, അതായത് ബുള്ളിഷ് റെഫറൻസായ 580 മുകളിൽ പോവുകയും അവൻ ഒരു ഫസ്റ്റ് ടാർഗറ്റിൻ്റെ ഭാഗത്ത് വരാതെ 676 നമ്മൾ പറഞ്ഞ ലെവൽ, ആ ലെവലിൻ്റെ ഭാഗത്ത് നിന്ന് പക്ഷേ ബുള്ളിഷ് ഒരു ക്ലോസിംഗ് തന്നെ നിഫ്റ്റി തരികയും ചെയ്തു. ബാങ്ക് നിഫ്റ്റി പറയുകയാണെങ്കിൽ കൃത്യമായി പറയുകയാണെങ്കിൽ 555 മുകളിൽ 700 ഭാഗത്തേക്ക് പോവുകയും ചെയ്തു. ബാങ്ക് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്ത് 332 ഭാഗത്താണ്. അവൻ 555 പോവുകയും അവിടെ നിന്ന് റിജക്റ്റ് ചെയ്ത് വീണ്ടും കയറി 555 മുകളിൽ പോയി 700 വരെ പോവുകയും ചെയ്തു. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇപ്പോഴും ബാലൻസിലാണ്. നിഫ്റ്റി ഒരു ബ്രേക്കൗട്ട് തന്ന ഒരു ട്രെൻഡിങ് മൂവിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ബഡ്ജറ്റ് വരാൻ പോകുന്നു. ബഡ്ജറ്റിന് മുമ്പേയുള്ള ഫസ്റ്റ് വീക്ക് ഇതാണ്. സാധാരണ എല്ലാ പ്രാവശ്യവും ബഡ്ജറ്റ് വരുന്ന സമയത്ത് മാർക്കറ്റ് ഒരു പ്രീ ബഡ്ജറ്റ് റാലി തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കേണ്ടത് നിഫ്റ്റി പ്രീ ബഡ്ജറ്റ് റാലി തരുമോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി മാർക്കറ്റ് പ്രൊഫൈൽ വ്യൂയിലേക്ക് സ്വാഗതം. നമ്മുടെ നിഫ്റ്റിയുടെ മാർക്കറ്റ് പ്രൊഫൈൽ വ്യൂ പ്രകാരം നിഫ്റ്റി നോർമൽ വേരിയേഷൻ അപ്പ് ഡേ ആണ്. ചെറിയ പ്രൊഫൈലാണ്, ചെറിയ ലെങ്ത് മാത്രമേ ഉള്ളൂ. നോർമൽ വേരിയേഷൻ അപ്പ് പ്രൊഫൈൽ വിത്ത് POC ക്ലോസ് ചെയ്തിരിക്കുന്നത് 24,615 ഭാഗത്ത്. നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 24,623 ഭാഗത്തുമാണ്. സോ നമ്മുടെ നോർമൽ വേരിയേഷൻ അപ്പാണ്. അപ്പോൾ നമുക്ക് നോക്കേണ്ടത് ഇനി നിഫ്റ്റി എന്ന് ഇപ്പോൾ നിൽക്കുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ അൺചാർട്ടഡ് ടെറിട്ടറിയിലെ ഭാഗത്താണ് നിഫ്റ്റി നിൽക്കുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച ഇന്നലെ പറഞ്ഞ വീഡിയോ പ്രകാരം നിഫ്റ്റി 24,580 മുകളിൽ നിൽക്കുകയാണെങ്കിൽ 24,750 വരുമെന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ ഒരു കണക്ക് വെച്ച് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് 24,750 അതിന് മുകളിൽ 24,800 മുകളിൽ പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് നിഫ്റ്റിയെ സംബന്ധിച്ച്. പ്രത്യേകിച്ച് കാരണം ഇത് നിഫ്റ്റിയിൽ പ്രീ ബജറ്റ് റാലി വരുന്ന സമയത്ത് ആ ഒരു റാലി യൂഷ്വലി എപ്പോഴും ഒരു ആഞ്ഞ് തള്ളി മാർക്കറ്റിനെ കൊണ്ട് മുകളിലോട്ട് പോയിട്ട് പിന്നെ ആയിരിക്കും ചിലപ്പോൾ യൂഷ്വലി ഡിപ്പ് വരുന്നത്. ഇല്ല എങ്കിൽ ഇപ്പോൾ നമുക്ക് മാർക്കറ്റ് വന്നിട്ടില്ല, കിഡിലെ ഒരു ബഡ്ജറ്റാണ് വരുന്നുണ്ടെങ്കിൽ മാർക്കറ്റ് അടിപൊളിയായിട്ട് കയറാനുള്ള ചാൻസും വളരെയധികം കൂടുതലാണ്. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി നമുക്ക് നോക്കാം. അപ്പോൾ നിഫ്റ്റി കൃത്യമായി പറയുകയാണെങ്കിൽ 24,615 ഇന്നത്തെ POC. ഇതിന് മുകളിൽ മാർക്കറ്റ് ട്രേഡ് ചെയ്യണമെങ്കിൽ 24,670 670 മുകളിൽ 730 730 മുകളിൽ 24,816 വരെയുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇനി താഴോട്ട് പറയുകയാണെങ്കിൽ ഇന്നത്തെ POC ആയ 24,615 താഴെ നിൽക്കുന്നിടത്തോളം കാലം 24,529 അതിന് താഴെ 24,475 അതിന് താഴെ 24,430 അതിന് താഴെ 24,360 55 വരെയുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് ആ നിഫ്റ്റിയുടെ ലെവലൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് ആ ലെവൽ മാർക്ക് ചെയ്ത് വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. യൂസ് ചെയ്താലേ മാത്രമല്ല ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ട്രേഡിങ് ഈ ലെവൽ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, ട്രേഡ് ചെയ്യുക. അത് നിങ്ങളെ മനസ്സിൽ എപ്പോഴും ഓർക്കണം. അതല്ലാതെ ഞാൻ ഈ ലെവൽ പറഞ്ഞു തന്നിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നഷ്ടമല്ലേ. അപ്പോൾ 24,615 നമ്മുടെ ഇന്നത്തെ POC. ഈ POCക്ക് മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം മാർക്കറ്റ് ബുള്ളിഷ് ആയിരിക്കും. അപ്പോൾ 615 മുകളിൽ നിൽക്കുന്ന കാലം 24,670 നമ്മുടെ ഫസ്റ്റ് റെസിഡൻസ്. ആ റെസിഡൻസിന് മുകളിൽ 730 മുകളിൽ 816 24,730 അതിന് മുകളിൽ 24,816 ഭാഗത്തേക്ക് നിഫ്റ്റി പോയി 24,816. ഇതാണ് നമ്മൾ ഇപ്പോഴത്തെ ഒരു അൺചാർട്ടഡ് ടെറിട്ടറി വെച്ച് SD ബാൻഡ് വെച്ചുള്ള ലെവൽസ് പറയുന്നത്. ഇനി താഴോട്ടാണെങ്കിൽ 24,615 താഴെ 24,529 529 താഴെ 24,475 24,475 അതിന് താഴെ 24,430 24,430 അതിന് താഴെ 24,355 24,355 ഇതായിരിക്കും നമ്മുടെ ഇനി കുറച്ച് ദിവസത്തേക്കുള്ള നിഫ്റ്റിയുടെ റേഞ്ച്. 24,355 പൊട്ടുകയാണെങ്കിൽ 24,300 താഴോട്ട് പോയി 24,200 ലെവലിലേക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ നമ്മൾ ഈ 615 എന്ന് പറഞ്ഞാൽ നമ്മുടെ ലക്ഷ്മണ രേഖ പോലെ ആക്ട് ചെയ്യും. ഈ 615 മുകളിൽ നിൽക്കുകയാണെങ്കിൽ മാർക്കറ്റ് വളരെയധികം കയറി പോകാനും നിഫ്റ്റി 24,816 പോലെ പോകാനുള്ള ചാൻസും വളരെയധികം കൂടുതലായിരിക്കും. ഇനി നമുക്ക് നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽ. ബാങ്ക് നിഫ്റ്റിയും നിഫ്റ്റിയെ പോലെ തന്നെയായിരുന്നു. ഇന്ന് നോർമൽ വേരിയേഷൻ അപ്പ് ഡേ ആയിരുന്നു. അവന് കൃത്യമായിട്ട്, പക്ഷേ POC ഇപ്പോഴും നിൽക്കുന്ന 24,589 ഭാഗത്താണ് POC നിൽക്കുന്നത്. സോ
24,589 മുകളിൽ നിൽക്കുന്നത്തോളം കാലം നമ്മുടെ ക്ലോസിംഗ് വെച്ചാൽ വ്യക്തമായി പറയുകയാണെങ്കിൽ 24,680 700 മുകളിൽ നിന്നാൽ മാത്രമേ ഒരു മൂവ്മെൻറ്റ് വരെയുള്ളൂ. സോ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി 52,000 ഞാനിപ്പോൾ പറയും 52,700 മുകളിൽ നിന്നാൽ മാത്രമേ ബാങ്ക് നിഫ്റ്റിക്ക് ഒരു മൂവ്മെൻറ്റ് വരുള്ളൂ. 52,700 മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം 52,804, അതിന് മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം 52,910, അതിന് മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം 53,097, അതിന് മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം 53,250 വരെയുള്ള ചാൻസ് കൂടുതലാണ്. ഇനി താഴോട്ടാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 52,553 ഒരു സപ്പോർട്ടാണ്. 52,553 താഴെ നിൽക്കുന്ന കാലം 490 ഇന്നത്തെ POC, അതിന് താഴെ 52,394, അതിന് താഴെ 52,232 ഒരു സപ്പോർട്ടുമായിരിക്കും. 232 താഴെ 52,148, അതിന് താഴെ 52,050 ഒരു സപ്പോർട്ടീവായിട്ട് വളരെ 52,060 ഒരു സപ്പോർട്ടീവായിട്ട് ആക്ട് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. നിഫ്റ്റി നിങ്ങൾ ഇവിടെ പ്രത്യേകിച്ച് നിങ്ങൾ നോക്കുക, ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ പ്യൂർലി ഒരു ബാലൻസ് തന്നെ പൊക്കോണ്ടിരിക്കുകയാണ്. സോ ഈ ബാലൻസ് കണ്ടിന്യൂ ചെയ്തിടത്തോളം കാലം മാർക്കറ്റ് 52,000-നും 53,250 എന്ന് പറഞ്ഞാൽ 1,250 പോയിൻ്റ് ആ ഒരു ഗ്യാപ്പ് കിടന്ന് കളിക്കുകയാണ്. ഇത് പൊട്ടുകയാണെങ്കിൽ 54,500 പോകാനും 52,000 പൊട്ടുകയാണെങ്കിൽ 50,800-ഉം 50,000 എത്താനുള്ള ചാൻസും വളരെയധികം കൂടുതലായിരിക്കും. പ്രത്യേകിച്ച് HDFC ബാങ്ക് റിസൾട്ടിന് ശേഷം മാർക്കറ്റിൽ നല്ല രീതിയിൽ സ്ഫോടനാത്മകമായ ഒരു മൂവ്മെൻറ്റ് ബാങ്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ നമുക്ക് വ്യക്തമായി നമുക്കിത് മാർക്ക് ചെയ്ത് വെക്കാമല്ലോ. അപ്പോൾ നമുക്ക് മാർക്ക് ചെയ്ത് വെച്ചാലല്ലേ മറ്റുള്ള ട്രേഡിങ്ങിൻ്റെ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഈ ലെവൽ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് 52,490 നമ്മളെ സംബന്ധിച്ച് ഇന്നത്തെ POC. ഇപ്പോൾ POCക്ക് നമ്മൾ POCയുടെ കളർ നിങ്ങൾക്ക് അറിയാം, ആ കളർ ഞാൻ കൊടുക്കുകയാണ്. ഇതിന് POCയുടെ മുകളിൽ നിൽക്കുന്ന 700 നമ്മളെ സംബന്ധിച്ച് 700 റെസിസ്റ്റൻസ്, 52,700 52,700 നമ്മളെ സംബന്ധിച്ച് സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്. അത് നിങ്ങൾ ഓർത്തുകൊള്ളുക. 52,700 മുകളിൽ നിൽക്കുകയാണെങ്കിൽ മാത്രമേ മാർക്കറ്റ് ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റിലേക്ക് തരാനുള്ള ചാൻസ് കൂടുതലായിരിക്കുള്ളൂ. 52,700 മുകളിൽ 52,804, അതിന് മുകളിൽ 52,920, 920, അതിന് മുകളിൽ 53,097, 53,097, അതിന് മുകളിൽ 53,250 നമ്മൾ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്റ്റീവ് ചെയ്യുക. ഓക്കെ, 53,250. ഇനി താഴോട്ടാണെങ്കിൽ ഇനി അടുത്ത് നോക്കണം 490 താഴെ വരുമ്പോൾ അടുത്തത് 352, 350, അതിന് താഴെ 52,148, 52,148, അതിന് താഴെ 52,060. ഇതായിരിക്കും നമുക്ക് 52,060 പൊട്ടുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾ ഇനി ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കാൻ പാടുള്ളൂ. ഇല്ല എങ്കിൽ ഈ ഒരു രീതി ഒരു കണ്ടിന്യൂ ചെയ്ത് പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. നമ്മളെ ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ നിൽക്കുന്ന സമയത്ത് ആ 640 ഭാഗത്ത് നിൽക്കുകയാണ്. അമേരിക്കൻ മാർക്കറ്റ് 295 പോയിൻറ്റ്സ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്ത് ഇപ്പോൾ ഇന്നലത്തെ കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ഹൈ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പം പൊതുവേ ഒരു മാർക്കറ്റിൽ ഇന്ന് രാത്രി 10 മണിക്ക് 11 മണിയാകുമ്പോൾ പവൽ, ഫെഡറൽ റിസർവിൻ്റെ അമേരിക്കയിലെ ഫെഡറൽ റിസർവിൻ്റെ ചെയർമാനായ പവലിൻ്റെ ഒരു സ്പീച്ചുണ്ട്. അപ്പോൾ ആ സ്പീച്ചിന് ചുറ്റുപറ്റിയായിരിക്കും രാത്രിയുള്ള മാർക്കറ്റും അമേരിക്കയുടെ ആഫ്റ്റർനൂൺ മാർക്കറ്റും നമ്മുടെ ഒരു ഗ്യാപ്പിൻ്റെ ഒരു ഡിസിഷനും അതിനെ ചുറ്റിപ്പറ്റിയായിരിക്കും വരുന്നത്. അപ്പോൾ എല്ലാവരും ഈ ലെവൽ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് വെച്ച് ട്രേഡ് ചെയ്യുക. ട്രേഡ് ചെയ്ത് നിങ്ങൾ ലാഭം ഉണ്ടാകുന്ന നോക്കുക. പ്രീ ബഡ്ജറ്റിന് മാർക്കറ്റ് നല്ലൊരു മൂവ്മെൻറ്റ് തന്നിട്ടില്ല എങ്കിൽ പോസ്റ്റ് ബഡ്ജറ്റിന് ശേഷം മൂവ്മെൻറ്റ് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ ബാലൻസ് കണ്ടിന്യൂ, പ്രത്യേകിച്ച് ബാങ്ക് നിഫ്റ്റിയുടെ ബാലൻസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇല്ല നല്ലൊരു മൂവ്മെൻറ്റ് ഈ ആഴ്ച വരുന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ച അതിന് തത്തുല്യമായ രീതിയിലുള്ള ഒരു നെഗറ്റീവ് മൂവ്മെൻറ്റ് വരില്ല. ബഡ്ജറ്റ് നല്ല ബഡ്ജറ്റല്ല, അഴുക്ക ബഡ്ജറ്റാണ്, വൃത്തിയുടെ ബഡ്ജറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് പോസിറ്റീവായുള്ള ബഡ്ജറ്റ് അല്ലെങ്കിൽ മാർക്കറ്റ് അടിക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈലിനെ കുറിച്ചുള്ള പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ആ സീരീസിലെ വീഡിയോസ് കാണുക. സത്യവും മിഥ്യയും എന്ന് പറയുന്ന സീരീസിൻ്റെ ഫസ്റ്റ് ഒരു വീഡിയോ തുടങ്ങിയിട്ടുണ്ട്. നെക്സ്റ്റ് വീഡിയോ നമ്മൾ ഈ അടുത്ത ആഴ്ച വരുന്നുണ്ട്. അപ്പോൾ ഓരോ ആഴ്ച ഒരു മാസം 2-3 വീഡിയോസ് നമ്മൾ പുതിയ മാർക്കറ്റ് പ്രൊഫൈലിനെ കുറിച്ചും ഓർഡർ ഫ്ലോയെ കുറിച്ചും വീഡിയോസ് വരുന്നുണ്ട്. എല്ലാവരും കാണുക. നമ്മുടെ പുതിയ മെൻറ്റർഷിപ്പിൻ്റെ ബാച്ച് ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ മാർക്കറ്റ് പ്രൊഫൈലിൽ ലൈവായിട്ട് ട്രെയിൻ ചെയ്ത് പഠിക്കാൻ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ബന്ധപ്പെടേണ്ടതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കലും കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിന്ന് സൈൻ ഓഫ് ചെയ്യുന്ന നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ. ടേക്ക് കെയർ, ഗുഡ് നൈറ്റ് ആൻഡ് ബൈ ബൈ.